പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ജോർബി ജോർജിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ആ സാക്ഷ്യത്തിൻ്റെ ഘടന പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹം ഈ സ്ഥലം എടുത്തു, മെസ്സേജ് പ്രകാരം എടുത്തതാണ്, അവിടെ വീട് വെക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ സ്ഥലം എടുക്കാൻ വേണ്ടി അവിടെ അളക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ആൾക്കാർ വടിവാളം കൊണ്ട് നിൽക്കണം. ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്താ? മെസ്സേജ് എടുത്തതാണ് അല്ലേ, സ്ഥലം എടുക്കാൻ ഈശോ പറഞ്ഞതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്താ പറ്റണത്? വടിവാളം കൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ വിശ്വസിക്കണതും നമുക്ക് സംഭവിക്കണതും തമ്മിൽ ചില സമയത്ത് രണ്ട് കാര്യങ്ങളായിരിക്കും. അയ്യോ പാപി ആയിട്ടുള്ള വിശ്വാസക്കാരാണെങ്കിൽ അപ്പം തന്നെ വിശ്വാസത്തെ സംശയിക്കും, മെസ്സേജിനെ സംശയിക്കും, പലതരത്തിൽ സംശയിക്കും. ഈ സംശയമാണെന്ന് ചോറെന്ന് പറയുന്ന കാര്യം. ഇതിൻ്റെ കാമ്പില്ലാത്ത സാധനം. വിശ്വാസത്തിൻ്റെ അകത്ത് കാമ്പില്ലാത്ത അവസ്ഥ, വെള്ളയെന്ന് പറയണത് എന്തുമാത്രം സംശയമുണ്ട്, അതാണ് വിഷയം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും കർത്താവ് പറഞ്ഞതല്ലേ ഈ സ്ഥലം എടുക്കാൻ. വടിവാളം കൊണ്ട് നിൽക്കണേ, തല്ലാനും ബഹളം ഉണ്ടാക്കാൻ. അവർ തമ്മിൽ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വേറെ രണ്ടാൾക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കിട്ടാത്തതിൻ്റെ ചുരുക്കമാണ് ഇവിടെ നിന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് പറയണത്. അതാണ് വിഷയം. പക്ഷേ അയാൾ സ്ഥലമെടുത്തു. എന്താ? ഈശോ പറഞ്ഞാണ് സ്ഥലം എടുക്കാൻ. ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്ഥലമെടുത്തു. പിന്നെ അദ്ദേഹം ഗൾഫിൽ പോയി ജോലിയും കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി നഷ്ടപ്പെട്ടു. അവിടെ സ്ഥലമെടുത്തു. പക്ഷേ ഈ വടിവാളും വേല പടിയൊക്കെ ഉള്ള കാരണം അവിടെ വീട് വെച്ചില്ല. അയാൾ തിരിച്ചു വന്ന് ഇപ്പോൾ ആ സ്ഥലം രണ്ടാമത് ഉടമ്പടി പുതുക്കി. അപ്പം പിന്നെ ഉടമ്പടിയുടെ കാലമായി. ഉടമ്പടി നാട്ടിലൊക്കെ വരുമ്പോൾ ഉടമ്പടി എടുക്കും. ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ അത് വെക്കണത് സ്ഥലം വിൽക്കാൻ വേണ്ടി, എടുത്ത സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ് രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചിരിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട് വെക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചില്ലായിരുന്നു. അവിടെ വീട് വെച്ചുമില്ല. ഇപ്പം സ്ഥലം വിൽക്കാൻ വേണ്ടി ഇദ്ദേഹം ഉടമ്പടി പുതുക്കി, രണ്ടാമത് ഉടമ്പടി പുതുക്കി വെച്ച് ഈ സ്ഥലത്തേക്ക് ചെല്ലും, സ്ഥലം വിൽക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിങ്ങൾ ചേർത്തി 6 മണിക്കാണ് ഇയാൾ ചെല്ലണത്. ആ പണ്ടത്തെ പ്രശ്നം ഉണ്ടാക്കിയ ചേർത്തി തിരിച്ചു വരും. ആ ചേട്ടറി മക്കളൊക്കെ ഉണ്ടായിരുന്ന ആണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആ മകനില്ല, ഇപ്പം ചേർത്തി വരും. എന്താണ് രാവിലെ ഒന്ന് നീ വയ്ക്കും വരുമ്പോൾ നീ എന്താ ഞാൻ ഈ സ്ഥലം വിൽക്കാൻ പോകണം. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഈ സ്ഥലം ഇല്ലാഞ്ഞതിൻ്റെ കാരണം അവരുടെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ആ ലോഡ് ഒരു സാധനം ഇറക്കാൻ വന്നപ്പോൾ അടുത്തുള്ള ആൾക്കാർ വണ്ടി തിരിക്കാൻ സ്ഥലം കൊടുത്തില്ല. അപ്പോഴാരോ പറഞ്ഞ് ഈ സ്ഥലം നമ്മൾ വിലക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ നമുക്ക് നമ്മുടെ കടയിലേക്ക് സാധനം എടുക്കാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞ് ഒരു ഇഷ്യൂ കർത്താവ് ഉണ്ടാക്കിയതാണ്. ഇന്നലെ രാത്രി ഈ സ്ഥലം അവരെടുക്കാൻ വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അത് ഇഷ്യൂ ഉണ്ടായതാണ്, ഇവന് വേണ്ടി ഉണ്ടാക്കിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് സെറ്റിൽമെൻറ്റ് പെട്ടെന്ന് നടന്ന് മകനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മുമ്പത്തേക്കാൾ ലാഭത്തിൽ ആ സ്ഥലം അവർക്ക് കൊടുക്കാൻ പറ്റി. മനസ്സിലായേ? അപ്പോൾ എന്താ ജോബി ഇന്നലെ പറഞ്ഞ് സാക്ഷ്യത്തിൻ്റെ മെനയെന്ന് പറഞ്ഞ ഇതാണ്, എനിക്ക് വേണ്ടി കർത്താവ് ആ സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യിച്ചതാണ്. എൻ്റെ ഞാനിപ്പോൾ കുറച്ച് ജോലി നഷ്ടപ്പെട്ടൊരു കാലമാണ്. അപ്പം ഞാൻ ആ സ്ഥലം വന്നെടുക്കുക, അവിടെ വീട് വെച്ചിരുന്നെങ്കിൽ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്ന് പ്രശ്നമുണ്ടാക്കി കർത്താവ് എന്നെക്കൊണ്ട് വീട് വെപ്പിച്ചില്ല. ഇന്നിപ്പോൾ പ്രശ്നമുണ്ടാക്കി എന്നെക്കൊണ്ട് സ്ഥലം വെപ്പിച്ചു. അപ്പോൾ ഈ 2 സമയത്തും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കേസ് സ്റ്റഡി നോക്കണം. അതായത് 2 സമയത്ത് വീട് വെക്കാതിരിക്കാൻ വേണ്ടി ഈശോ അവിടെ പ്രശ്നം ഉണ്ടാക്കിച്ച്. പക്ഷേ ഇപ്പോൾ എന്താണ്? സ്ഥലം വിൽക്കാൻ വേണ്ടി, സ്ഥലം അവർക്ക് കൊടുക്കാൻ വേണ്ടി വേറെ വിഷയം ഉണ്ടാക്കി. അപ്പം നമ്മൾ ഉടമ്പടിക്കാലത്ത് ചില ഇഷ്യൂസൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ബുദ്ധിയും ബോധമുള്ളവരായിരിക്കണം ഉടമ്പടി എടുക്കേണ്ടത്. എന്താ കാര്യം? ആർക്കും കുഴപ്പമില്ലാതെ നിങ്ങളെ ദൈവം പരിപാലിക്കും. അപ്പം ഞാൻ ജോബി ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ജോസഫിന് ഒരു സ്വപ്നമുണ്ട്. ഫറവോയ്ക്ക് സ്വപ്നം ഉണ്ടായില്ലേ? ഫറവോയുടെ സ്വപ്നം എന്താ പറഞ്ഞത്? ഇപ്പം 41:4 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 41:4 ഫറവോയുടെ സ്വപ്നമാണ്. എന്താ സ്വപ്നം എന്ന് പറയുന്നത്? ഒരു നദീതീരത്ത് കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷാമത്തിൻ്റെ ഒരു കാലം, അഭിവൃദ്ധിയുടെ ഒരു കാലമാണ്.
അപ്പോഴാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതാണ് മെടുത്ത പശുക്കൾ. ഈ അഭിവൃദ്ധിയുടെ കാലം വരുമ്പോൾ നമ്മളത് ഇനി വരാൻ പോകുന്ന കാലം മെലിഞ്ഞ കാലമാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. പലർക്കും ഉണ്ടാകുന്ന ഈ സാമ്പത്തിക കടങ്ങൾ ചെന്ന് വന്നിരിക്കുന്ന വിഷയങ്ങളിലൊന്നും അതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അഭിവൃദ്ധി വരുമ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കും. പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. കോവിഡ് നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ട് പോലും ഇല്ല. ഈ മെലിഞ്ഞ പശു വന്നിട്ട് കൊഴുത്ത പശുവിനെ മുഴുവൻ വിഴുങ്ങിയില്ലേ? നമ്മളുണ്ടാക്കി വെച്ചിരുന്നതെല്ലാം കോവിഡ് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോൾ കച്ചവടം നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും അവരുടെ ഇട്ടുകൂട്ടിൽ നിന്നാണ് അവർ ആ കാലങ്ങളിലെല്ലാം ചിലവ് കഴിഞ്ഞുകൊണ്ടിരിക്കുക. അത് മെഴുത്ത പശുവിനെ മെലിഞ്ഞ പശു വിഴുങ്ങിക്കളയും. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് ഈ സംഭവങ്ങൾ. ഇന്നത്തെ കാലത്ത് ഈ മെലിഞ്ഞ പശു എന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന് കയറിയപ്പോൾ പണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നതെല്ലാം അത് വിഴുങ്ങിക്കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾക്ക് കാലണ കാശില്ലാതെ വിഷമിക്കുന്ന ഒരു സമയമാണ് വന്നത്. ഇന്നലെ ഞാനൊരു പെൺകുട്ടി അവളെ IELTS പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് വന്ന്. അപ്പം ഞാൻ ചോദിച്ചത് നിനക്ക് വല്ലതും പറയാനുണ്ടാകുമെന്ന് ചോദിച്ചു. വെച്ചാൽ എനിക്ക് എനിക്കൊരു മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടണില്ല. നിനക്ക് വല്ലതും പറയാൻ. അപ്പോൾ അവൾക്ക് IELTS അടുത്ത 9-ാം തീയതി പരീക്ഷയാണ്, അതാണ് പറയണത്. അപ്പം ഞാൻ പറഞ്ഞു അതല്ലല്ലോ, വേറെ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അച്ഛാ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശില്ലായിരുന്നു, വീട്ടിൽ വരുമാനമൊന്നുമില്ല. അവസാനം എനിക്ക് പക്ഷേ കൃപാസനത്തിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായത് കാരണം ഞാൻ ഇരുന്ന് വിഷമിച്ചപ്പോൾ എൻ്റെ ചിറ്റപ്പൻ കണ്ടിട്ട് പറഞ്ഞു നീ എന്തെങ്കിലും വിഷമിക്കണം. അപ്പോൾ പറഞ്ഞു ഞാൻ ആലപ്പുഴ എനിക്ക് പോയി ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിറ്റപ്പൻ എനിക്ക് 2000 രൂപ തന്ന്. അപ്പോൾ അതാണ് അവൾക്ക് പറയാനുള്ളത്. അത് ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്കിതാണ് പറയാനുള്ളത്, IELTS അല്ല എന്നോട് പറയേണ്ടത്. നിൻ്റെ കുടുംബം പാപ്പരായ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിൻ്റെ മെലിച്ചിൽ ദൈവം അറിയുന്നുണ്ട്. നിൻ്റെ മെലിച്ചിൽ ഈ മണ്ണി ചവിട്ടി കഴിയുമ്പോൾ നീ എന്തുമാത്രം മെലിഞ്ഞിരിക്കണമെന്ന് നിൻ്റെ ദൈവം അറിയും. നിൻ്റെ അമ്മ നിന്നെ സംരക്ഷിക്കും. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ കർത്താവ് കാണിക്കുന്നുണ്ട്. കുഞ്ഞിന് വയറിങ്ങനെ വീർത്തിരിക്കണം. പക്ഷെ വെള്ളമല്ലെന്ന് തോന്നണത്, മാംസമായിട്ട് തന്നെ വയറ് വീർത്തിരിക്കണം. ആ കുഞ്ഞിനെ കർത്താവ് സാധാരണ അമ്മമാർ അതിനെ ഇപ്പോഴും എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ആ കുഞ്ഞിനെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുന്ന അടിച്ച സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. 52 ദിവസമോ 52 മാസമോ ആയിട്ട് ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു വ്യവസായ സ്ഥാപനമോ വ്യാപാര സ്ഥാപനമോ വരുമാന മാർഗം കർത്താവ് ഈ പ്രാർത്ഥനയോടുകൂടി അത് തുറക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ പെരുമുട്ട് പോലെ വരും. മുട്ടിന് ഇങ്ങനെ കാലുമുട്ട് കൈമുട്ട് ആ സ്ഥലത്ത് മാത്രം ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. എന്ത് രോഗമാണ് അച്ഛൻ അറിയാൻ പാടില്ല. അങ്ങനെയുള്ള രോഗത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സാധാരണ കാണുന്ന പോലെ ഒരു സ്റ്റീലിൻ്റെ ടബ്ബില്ലേ നമ്മൾ മുഖമൊക്കെ കഴുകണ, അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ടബ്ബില്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പാത്രം കഴുകുന്ന, ചിലയിടത്ത് സ്റ്റീലായിരിക്കും, ചിലയിടത്ത് മണ്ണായിരിക്കും. പക്ഷേ ഈ സ്റ്റീലിൻ്റെ ടബ്ബ് അത് ചിലപ്പോൾ റെസ്റ്റോറൻ്റ് ആകാം, അല്ലെങ്കിൽ ഇതുപോലെ ഹോട്ടലാകാം, ഇതുപോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാകാം. അങ്ങനെയുള്ള വ്യാപാരശാലകൾ നിന്ന് പോയതോ കടമായി പോയതോ ജപ്തി നടത്തുന്നതോ കർത്താവ് ആ മേഖലയിലേക്ക് നിങ്ങളെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ കച്ചവടം നമ്മളീ കുലശ്ശേരി പോലെ എന്താ അതിന് നമ്മുടെ ആലപ്പുഴ ഇങ്ങനെയൊക്കെ പറഞ്ഞത് തേപ്പില്ലേ, തേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്താണ്
കുലശ്ശേരി. അപ്പോൾ ഇതിങ്ങനെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിർമ്മാണ പ്രവർത്തനമാണ്. നിർമ്മാണ പ്രവർത്തനമൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാകാം, വീട് വെക്കാൻ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം, ചിലപ്പോൾ വീടിന് പകരം സ്ഥാപനമാകാം, എന്തുമാകട്ടെ. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവരും നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും കൈപൊക്കുക. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നവരെ, നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നവർ, നിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കൈപൊക്കുക. പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വീട് നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ പ്രവർത്തനം തൊഴിലായി ചെയ്തിട്ട് ആ തൊഴിൽ നിന്ന് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണത്തിന്റെ എല്ലാ തടസ്സങ്ങളും കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുനാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്, പല മർമ്മങ്ങൾ ഇപ്പോൾ ഈശോ ഇതിലൂടെ പറയുന്നുണ്ടല്ലേ. ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലേ, ഉടമ്പടി എടുത്തു കഴിഞ്ഞോ അല്ലെങ്കിൽ ഉടമ്പടിക്ക് എടുക്കുന്നതിന് മുമ്പൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. ആ ഉടമ്പടി പക്ഷേ ആ ഇഷ്യൂസ് ഒന്ന് ഇപ്പോഴത്തെ ജോബിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ്? 2 സമയത്തും പ്രശ്നമാണ് അയാൾക്ക്. പക്ഷേ 2 അയാൾക്ക് നേട്ടമായി മാറി. 2 സമയത്തും പ്രശ്നമുണ്ടായി, പക്ഷേ 2 സമയത്ത് നേട്ടമായി മാറി. ഇപ്പം അപ്പൻ ആ സമയത്ത് മരിക്കേണ്ട ആളാണ്, അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. അപ്പം മരിച്ചൊരു വിഷമില്ല, പ്രായമായ ആളാണ്. തന്നെയല്ല അദ്ദേഹം രോഗിയുമായിരുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷത്തിൽ ആ മനുഷ്യന് സന്തോഷമുണ്ട്. അവസാന കാലങ്ങളിൽ ശരിക്കും നോക്കിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ എങ്കിലും അപ്പൻ്റെ 5 ലക്ഷം രൂപ അയാൾക്ക് കിട്ടിയപ്പോൾ ആ 5 ലക്ഷം രൂപയാണ് അയാൾക്ക് കടമുണ്ടായിരുന്നത്. ആ കടം അതുകൊണ്ട് തന്നെ അയാളെ അതായത് ഉടമ്പടിക്കാലത്ത് നിങ്ങൾ എന്ത് സംഭവിച്ചാലും വിഷയത്തെ നോക്കരുത്, ദൈവത്തെ നോക്കാവൂ. കുറച്ച് പോയിൻറ്റ് പിടിയോ. ഇപ്പം നിങ്ങൾ IELTS ഫ്ലോപ്പ് ആയെന്ന് തന്നെ വിചാരിക്കുക അല്ലേ. ഇപ്പം ചില പറയാം, അച്ഛാ 5 പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി, ഇത് 6ാമത്തതാണ്, ഇതും ഫ്ലോപ്പായാൽ എനിക്ക് കാശില്ലെന്ന് പറയും. ഇനി IELTS എഴുതാൻ കാശില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ലത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ സമയമാകുമ്പോൾ തക്ക സമയമുണ്ടല്ലോ, ഇവിടെ മര്യാദക്ക് നിൽക്കുക. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കണവർ മര്യാദക്ക് നിൽക്കാൻ പറയും. ബൈബിളിൻ്റെ ഒരു നിലപാടാണത്. ദൈവ തിരുസന്നിധിയിൽ നിൽക്കുന്നവർ മര്യാദക്ക് നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദ നിൽക്കുന്ന അർത്ഥം എന്താണ്? ബഹളം ഉണ്ടാക്കരുത്, നിരാശപ്പെടരുത്, വിഷമിക്കരുത്, ഫൈറ്റ് ചെയ്യരുത്, പിറുപിറുക്കരുത്. കുറേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വലിയ പാടാണ്. ഇത്രയും നാളെനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമുക്ക് ആടമൂലമൊക്കെ നിൽക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം ചാടി കടിക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ചെറിയൊരു ചലനം കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത് എന്താ പറയണത്? 1 പത്രോസ് അല്ലേ, 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ഒന്ന് ഏറ്റു പറഞ്ഞ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പൊ തക്ക സമയം എന്ന് പറഞ്ഞത് ആരാണ്? ഉടമ്പടിയിൽ ആര് തീരുമാനിക്കും? അത് അമ്മ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നിന്ന് ആരാണ്? നിങ്ങളുടെ തക്ക സമയം ആര് തീരുമാനിക്കും? അമ്മ തീരുമാനിക്കും. അതാണ് കാനായിലെ കല്യാണം. തക്ക സമയം അമ്മ തീരുമാനിക്കും. എൻ്റെ സമയം ഇനി സമാഗതമായില്ലല്ലോ. ആ സമയം പിന്നെ തീരുമാനിക്കുന്നത് ആരാണ്? അമ്മയാണ്. അമ്മ സമയം തീരുമാനിക്കും. അമ്മയ്ക്ക് അതാണ് സമയക്കടികാരവുമായി കൃപാസന അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് തരുന്ന അനുഭവ സന്ദേശങ്ങളിൽ ഒന്നാണത്. തക്ക സമയം, നിൻ്റെ സങ്കടങ്ങൾ തീരാനുള്ള തക്ക സമയം നിൻ്റെ അമ്മ തീരുമാനിക്കുമെങ്കിൽ അതിനെ തീരുമാനിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അമ്മ നൽകിയ ഉടമ്പടി പ്രാർത്ഥന. കൈ അടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്ന് പറയണത്? താഴ്മയോടെ നിൽക്കണം, വിനയത്തോടെ നിൽക്കണമെന്ന്.
അത് ഒന്ന് പ്രാർത്ഥിച്ച് ഭരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ, ബഹളം ഉണ്ടാക്കാതെ നിൽക്കാൻ, പെരുപെറുക്കാതെ നിൽക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അപ്പോഴേ ആൾക്കാർക്ക് വരുന്ന ഒരു ചെറിയ അബദ്ധം അതാണ്, ദൈവതിരുസന്നിധിയിൽ നിൽക്കാൻ അറിയാൻ പാടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഉടമ്പടി വരുമ്പോൾ പക്ഷേ നിങ്ങളത് പഠിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ PSC ടെസ്റ്റ് എഴുതി, രണ്ടുപേരും എഴുതാൻ പോയി, നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി എടുക്കാത്ത ആളിനെ PSC ടെസ്റ്റിന് കിട്ടി, നിനക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് നിനക്ക് ദൈവദർശനം നിൽക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ പിറുപിറുപ്പുണ്ടാവും. നിൽക്കാൻ അറിയാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ, ഉടമ്പടി എടുക്കാത്തവർക്കാണല്ലോ അത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവദർശനത്തിൽ തർക്കം ഉണ്ടാവും. തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യരുതേ. കാര്യം എന്താണ്? ദാസൻ അഥവാ ദാസിയുടെ സ്റ്റേറ്റിലേക്ക് ആണ് നിന്നെ ഉടമ്പടി കൊണ്ടുവരുന്നത്. അതാണ് മത്തായി സുവിശേഷം 12, 19, 20. പറഞ്ഞോളൂ. അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്യുകയില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിരി ന്യായവിധി അറിയിക്കുകയും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ തിരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കുകയില്ല. അപ്പോൾ ദൈവം ഈ വിനയായ തർക്കം ഉണ്ടാക്കാതെ എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കല്യാണം ഉടമ്പടി നിങ്ങൾക്ക് വിവാഹം വെച്ചിട്ടുണ്ട്, പക്ഷേ വിവാഹം അത് ഉടമ്പടി ചെയ്ത ഉടനെ ഒരു മനസ്സമ്മതം വന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തല്ല മാതാവ് തന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ കൈ കൊടുത്തു. പക്ഷേ മനസ്സമ്മതം നടന്നിട്ട് പക്ഷേ ആ കല്യാണം പോയി. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ അതിൻ്റെ ചമ്മൽ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആ ചമ്മൽ നിങ്ങൾ ചമ്മലാണെന്ന് പറയത്തില്ല, പറഞ്ഞിട്ട് പറയും ഞാനിനി പട്ടിയുടെ മുന്നിൽ പോയി നിൽക്കത്തില്ലെന്ന് പറയും. ഇതാണ് ദാർഢ്യം എന്ന് പറയണത്. ഇങ്ങനെ ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല, അവിടെ വിനയം ഉണ്ടാകണം. ഇവർക്ക് നിങ്ങൾക്ക് ചമ്മലുണ്ടായി, ആ കല്യാണം പോയപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് പിടിക്കഴിഞ്ഞിട്ടായിരിക്കുമോ, എന്തെങ്കിലും പിടിക്കഴിഞ്ഞിട്ടായിരിക്കും പോയല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനുണ്ടാകുന്നത്, സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് ഒരു ചമ്മൽ പോലെ ഉണ്ടാകും. പക്ഷെ ചമ്മൽ ഇവർ പുറത്ത് കാണിക്കത്തില്ല. അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മയോട് പറയും, ഇനി ഒരുവൻ്റെ മുമ്പിൽ പോയി ഞാൻ നിൽക്കത്തില്ല. ഇതാണ് വിഷയം. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ഇതാണ് വിഷയം. ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ തെളിമയില്ല, അറിയാവില്ല. അവിടുന്ന് തന്നെ, അതായത് ദൈവദൃശ്യന് നിൽക്കാൻ അറിയത്തില്ല ഇവർക്ക്. കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. അവർ സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യണ മുമ്പ് അവർക്ക് വരെ കുറേ പ്രോബ്ലം ഉണ്ട്. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടിയെ കൂടി വേണം. ആ കുട്ടിയെ പക്ഷേ അവർ കിട്ടണില്ല. 7 കൊല്ലമായി, 2 കുട്ടികളുണ്ട്, ഒരു കുട്ടിയെ കൂടി വേണം. 7 കൊല്ലമായിട്ട് ആ 3ാമത്തെ കുട്ടിയെ കിട്ടണില്ല. അവർ ഉടമ്പടി ചെയ്ത് അപ്പോൾ ഓസ്ട്രേലിയ മൈഗ്രേഷൻ കൂടി ഉടമ്പടി വിഷയമാക്കി. നമ്മൾ യൂട്യൂബിൽ ആ സാക്ഷി ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പുള്ള സാക്ഷിയാണത്. അത് അപ്പോൾ വിഷയമായി കഴിയുമ്പോൾ അവർ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആകും. പ്രഗ്നൻ്റ് ആയ ശേഷം കുറേ പ്രഗ്നൻസി പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ഇവർ സാധാരണ ലേഡിയല്ല, ഭയങ്കര ഈ അവളെ ഒരു നിമിഷം ഓർക്കും, കർത്താവിനോട് ഇപ്പോൾ ആ സമയത്താണ് ഞാൻ കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിച്ചതെന്ന് ഓർക്കും. എൻ്റെ ഈ ദൈവത്തോടുള്ള ഈ പിടിവാശി കാരണം കുഞ്ഞ് സഫർ ചെയ്യുന്നുണ്ടല്ലോ, ഇതിങ്ങനെ പോകേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ, ഇത് ദൈവം ഉദ്ദേശിച്ച് കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പറയും, ഞാൻ ഉടമ്പടി അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് 7 കൊല്ലത്തിനുള്ളിൽ കുഞ്ഞിനെ തരേണ്ടതായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴല്ലേ കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് പറഞ്ഞ് ഇവിടെ സ്റ്റേണായിട്ട് നിൽക്കും എൻ്റെ അടുത്ത്. ഇങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ആട്ടം വന്നെങ്കിലും പിന്നെ അവർ കർത്താവിൻ്റെ കൂടെ സ്റ്റേണായിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നതാണ്, ഇനി ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ദൈവം തന്നെ നോക്കിക്കൊള്ളും. അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, 3ാമത്തെ കുഞ്ഞിനെ എന്തിനാണ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നത് വെച്ചാൽ അബോർഷൻ ചെയ്യണില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഡോക്ടർ അതിൻ്റെ വെയർ അബൌട്ട്സിൽ ഇവരെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും. പക്ഷേ ഇവർ പറയും അങ്ങനെ ചെയ്യത്തില്ല ഡോക്ടറെ, ഇത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചാൽ കർത്താവിടേക്കെന്ന്. അപ്പോൾ കർത്താവ് നോക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ക്രൈസിസ് ഉണ്ടായിക്കൊണ്ട് ഇവർക്ക് ഇന്ന് ഫെയ്ത്ത് ജനറേറ്റ് ചെയ്ത് പ്രെയർ ജനറേറ്റ് ചെയ്ത് അത് ഒരു ഭയങ്കരമായിട്ട് കാര്യം നമ്മൾക്ക് വിശ്വാസം എന്ന് പറയണത് ഒരു ഇൻ്റലക്ച്വൽ വെഞ്ചറാണ്. അത് വിശ്വാസം ഒരു ഇമോഷണൽ വെഞ്ചറല്ല,
അത് എല്ലാവരും മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു ഇടപെടലാണ്. അപ്പോൾ ഇവരെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായി, ഉടമ്പടി ചെയ്തു, 7 കൊല്ലം കൊണ്ട് അവർക്ക് മക്കളില്ല, ഉടമ്പടി ചെയ്തപ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു, പക്ഷേ മക്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്, കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ട്, അത് ചലഞ്ച് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്. ഡോക്ടർ പറഞ്ഞത് എന്തിനാ 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി, പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിനെ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ടെർമിനേറ്റ് ചെയ്ത് കളയാമെന്ന് പറയുമ്പോൾ ഇവർ പറയും അങ്ങനെയല്ല ഡോക്ടർ, ഇത് ഞാൻ കർത്താവിൻ്റെ 7 കൊല്ലം എനിക്ക് മക്കളില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ചോദിച്ച് വാങ്ങിച്ചതാണിത്, അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, അപ്പോൾ ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? ദൈവം തന്നെ ആയിരിക്കും. അറിയത്തില്ല. എന്താ വെച്ചാൽ ഇവർ വെച്ചിരിക്കണ ഇവർ ഓസ്ട്രേലിയയിലൊക്കെ വെച്ചിരിക്കണ മൈഗ്രേഷൻ, 2 കുഞ്ഞുങ്ങളും 3 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും വൈഫും കൂടി പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. പക്ഷേ ഇതിനൊക്കെ എല്ലാം നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾ എന്താ ദൈവം ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഉടമ്പടിയും ക്രൈസിസുമാണ് ഞാൻ ഇന്ന് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ്. ഞാനിത് ഉദ്ദേശിച്ച് വന്നതല്ല, ഞാൻ വേറെ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വന്നതാണ്. പ്രാർത്ഥിച്ചിട്ട് വേണം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് വന്നതേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ വിഷയം ചേഞ്ച് ചെയ്ത് ഉടമ്പടിയും ക്രൈസിസും എന്നുള്ള ബന്ധമായ വിഷയമാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിലെന്താ പ്രശ്നം? ഇത് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇവരിതോടുകൂടി ഇവിടെ പ്രെയർ ജനറേറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രാർത്ഥനയില്ലേ, നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും സുൽകുമാറിനും പ്രോബ്ലമാണല്ലോ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ ഇവർക്കും പ്രോബ്ലമാണ്, ജോബിക്കും പ്രോബ്ലമാണല്ലോ, ഈ തൃശ്ശൂർ ലേഡി ഈ സഹോദരിക്കും പ്രോബ്ലമാണ്. പക്ഷേ ഇവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? അവർ പ്രെയർ ജനറേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് തർക്കത്തിനില്ല, കാര്യം എന്താ, തർക്കത്തിനില്ല, ബഹളത്തിനില്ല. പിന്നെ എന്താണ്, അവിടുന്ന് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ അഥവാ ദാസി, അതാണ് സബ്ജക്റ്റ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ 12:19 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത, ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത